ദിസ് ഇസ് ഡേ 2 ഇൻ ചെന്നൈ. നമ്മൾ ചെന്നൈയിൽ നിന്ന് ഇപ്പം മഹാബലിപുരത്തിന് പോകും. അതാണ് ഈ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത്. മഹാബലിപുരത്ത് പോയി കുറച്ച് എസ്തെറ്റിക് പിക്സ് ഒക്കെ എടുക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. 7:30 ആകുമ്പോൾ തന്നെ എത്തണമെന്ന് പറഞ്ഞു. കൊതുകായിരുന്നു ഭയങ്കരമായിട്ട്. നമ്മുടെ ഹോസ്റ്റലിൽ ഭയങ്കര കൊതുകായതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, രാത്രിയുടെ ഏതോ യാമങ്ങളിൽ നിദ്രയിലേക്ക് പതിയെ തഴുകി അങ്ങ് വീഴുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. രാവിലെ എണ്ണീക്കാനും വിളിച്ചില്ലായിരുന്നേ ഞാൻ എണ്ണീക്കത്തില്ലായിരുന്നു. അങ്ങനെ തന്നെ വിളിച്ചുണർത്തി ഓടിപ്പോയി തുണിയൊക്കെ വാരിയിട്ട് പെട്ടെന്ന് കണ്ണൊക്കെ എഴുതി പെട്ടെന്ന് ഞാൻ പോന്നു. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്. ഇവിടെ എല്ലാവരും വന്നു. 7:30 മുതൽ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ടില്ല നമ്മളിതുവരെ. ഇപ്പോൾ ഇറങ്ങുമെന്നും അറിയത്തില്ല. പക്ഷേ നന്നാവുമെന്നാണ്, മൊത്തത്തിൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് കേസ്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇത് താഴെ ഡൈനിങ് ഹാളിലെ കണ്ണാടിയാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ണാടിയാണ്. ദിസ് ഇസ് നന്ദന ഗൈസ്. പിന്നെ ഇതൊന്ന് വന്ന് ഓക്കെ ഗൈസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗോപി ഡൽഹിയിൽ നിന്ന് ഇറക്കി തന്ന ടോപ്പാണ്. പിന്നെ ഇത് പാൻസ്, അത് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന പാൻസാണ്. പിന്നെ ഇത് ഐലൈനർ എന്ന് പറയുമ്പോൾ ചിങ്ചോങ്ങിൻ്റെ ആണ്. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പം അമ്മയുടെയാണ്. പൊട്ടൻ്റെ സ്വന്തമാണ്. ഞങ്ങളാണ് അത്. നോക്കുക, ഞങ്ങൾ എല്ലാവരെയും കണ്ടോ. മുടി അഴിച്ചിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുടി അഴിച്ചിട്ടാൽ ഹെയറിങ് ആകുമെന്ന്. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കെട്ടി വെച്ചേക്കുമായിരുന്നു. പക്ഷെ നമുക്ക് അധിക സമയം ഇങ്ങനെ മുടി അഴിച്ചിടാൻ പറ്റത്തില്ല, കാരണം ഫോട്ടോഷൂട്ട് കഴിഞ്ഞില്ല. ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല ഫോട്ടോസ് ഇപ്പോൾ എടുത്തിരുന്നതാണ്. അതെ, ഫോട്ടോസ് എടുക്കട്ടെ ഗൈസ്. ഞാൻ പിന്നെയും ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, കാരണം ഹെയർ ഈസ് ഹെയറിങ്, ഔട്ട്ഫിറ്റ് ഈസ് ഔട്ട്ഫിറ്റിങ്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ത്വര വരികയാണ്. ഇതൊക്കെ ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് തള്ളി കയറ്റുമായിരിക്കും. ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. സ്നേഹയുടെ വ്ളോഗിനകത്ത് ഞാൻ കയറി ഇങ്ങനെ സംസാരിച്ച സമയത്ത് നല്ല ആംഗിളായിരുന്നു. പക്ഷെ എനിക്ക് ആ ആംഗിൾ ഒരു തരത്തിലും പിടിക്കാൻ പറ്റുന്നില്ല. പറയാം അതെ, സ്നേഹയുടെ വ്ളോഗ് എടുക്കുക, അപ്പോൾ കാണുക. ഇതിലും ഭംഗിയായിട്ട് സ്നേഹ എന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. സ്നേഹ അതിൽ ഒരു കലാകാരി തന്നെ. നമുക്ക് ഇറങ്ങണം. എത്രയും പെട്ടെന്ന് ഇറങ്ങാനുണ്ട്. നമ്മളിന്ന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ് യൂത്ത് ഹോസ്റ്റലിൽ നിന്ന്. അതാണ് ഇങ്ങനെ കെട്ടും മാണ്ടൊക്കെ എടുത്തിറങ്ങുന്നത് എല്ലാവരും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ തന്നെയുണ്ട് അർജുൻ സാറുണ്ട് നമ്മുടെ ഒപ്പം. അർജുൻ സാർ പറയൂ, എന്താണ് പറയൂ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയൂ. എന്താണ് ട്രിപ്പ് കഴിഞ്ഞിട്ടല്ലേ ട്രിപ്പിനെ കുറിച്ച് പറയണത്? അങ്ങനെ പ്ലാൻസിനെ കുറിച്ച് പറയൂ. പ്ലാൻസ് കണ്ണാടി സീൻ തന്നെ. ലെൻസ് കാർട്ടാണ്. പ്രമോ ആണ് എല്ലാവരും. കൊളാബ് ലെൻസ് കാർട്ട് പ്ലീസ് കൊളാബ്. എന്താണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്? ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക്. നല്ലപോലെ നമുക്ക് പാളി പോകാൻ പാടില്ല. ഫുഡ് കമ്മിറ്റി അയ്യോ പാവങ്ങൾ അത് പറയല്ലേ. ഇന്നലെ കയറി പോയ ഹോട്ടലിലെ പ്രശ്നം സ്ഥലം കുറവ്. പിന്നെ ബസ് കയറല്ലേ സാർ ബസ്. നമ്മൾ യൂത്ത് ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. നമ്മൾ ഇവിടെ നീ ലൈറ്റ് ഒന്നും അടിച്ചില്ലെങ്കിൽ ഞാൻ തിളങ്ങും. നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. ഇത്ത, ഇക്കച്ചി, അലൻ, അതുപോലെ സുര. നമുക്ക് യൂത്ത് ഹോസ്റ്റലിനെ കുറിച്ച് പറയുമ്പോൾ 2 വർത്തമാനം പറയാനുണ്ട്. സംഭവം എല്ലാം കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഇന്നലെ രാത്രി. എനിക്കൊന്നും ഞാൻ എണ്ണിക്കുന്ന 7:30 അരമണിക്കൂർ മുന്നേ 7 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. കൊതുകെന്ന് പറഞ്ഞ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ ഒരു 10-15 കൊതുകിനെ ഞാൻ തല്ലിക്കൊന്നിട്ടിട്ടുണ്ട് കേസ്. ഒരു തരത്തിൽ എനിക്ക് ഉറങ്ങാൻ വരുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഇന്നലെ എടുത്ത വ്ളോഗൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത്. അങ്ങനെ റൂമിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. അല്ലല്ല, ഞങ്ങളുടെ റൂമിൻ്റെ പ്രശ്നമല്ല. ഡോമിലുള്ള ബാക്കി കുറച്ച് പേരെ കടിച്ചില്ല കൊതുക്. ഞാനും സ്നേഹം എണ്ണീറ്റ് കുത്തിയിരിക്കുകയായിരുന്നു രാത്രിയിൽ. എനിക്കൊന്ന് ഞങ്ങളുടെ ആ ഭാഗത്തോട്ട് ഫാൻ അത്രയും അടിക്കുന്നില്ലായിരുന്നു തോന്നുന്നു. എന്തോ സംഭവം ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഓവർ സ്റ്റേ നല്ലതായിരുന്നു. കൊതുകില്ലായിരുന്നെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ്. എനിക്കറിയത്തില്ല, എൻ്റെ ബ്ലഡ് ഗ്രുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു എന്നെ കൊതുക് ഇങ്ങനെ ഓടിച്ചിട്ട് കടിക്കുന്നത്. അതൊന്നും പോസിറ്റീവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്ലെയിൻ ദോശ, മസാല ദോശ എല്ലാം ഉണ്ട്. അതെ ഗൈസ്, കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരട്ടെ. മൊരിഞ്ഞ ഒരു പ്ലെയിൻ ദോശയാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ മസാല ദോശ കഴിക്കുന്നുണ്ട്. മൊരിച്ച് തരാൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വിശപ്പുണ്ട് ഗൈസ്. കോഫി ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ മികച്ച കോഫിയാണ്, അടിപൊളിയാണ്. ഇത് പക്ഷേ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഗ്ലാസ് തന്നെ കണ്ടില്ലേ, എസ്തെറ്റിക്കാണ്. അരുന്നതി പറയൂ, എങ്ങനെയുണ്ട് ഈ കോഫിയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾക്ക് എന്താണ്? സർക്കാർ കൊഞ്ചം ജാസ്തി ഇറക്കാ. സർക്കാർ കൊഞ്ചം ഇത് ചായ അല്ലേ, ഇനി കോഫി തന്നെയാണ്. ഓക്കെ, കുറച്ച് ടീംസ് ഇവിടെ നെഞ്ചത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതങ്ങനെ ആരാണ് ഫോട്ടോഗ്രാഫർ എന്ന് കാണണ്ടേ?
തങ്കച്ചിയാണ്. പറഞ്ഞല്ലേ ഏത് കോച്ചുങ്ങള് കണ്ടോ? അജയനെ കണ്ടോ? തിളങ്ങി വരും. അജയ നമ്മളെ ബസിന്റെ ഫ്രണ്ട് വെയിറ്റിംഗ് ആണ്. നമ്മള് ബസ് കമ്മിറ്റിയാണ്. നീ ഏതാണ്? നീ ഏത് അതെ, നമ്മുടെ ബാബ ഗായകൻ ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മൊത്തം. അത്രയുള്ള കേസ്. വൈബിംഗ് ആണ്. നമ്മൾ ഉടനെ ക്രോക്കഡൈൽ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ നേരെ മഹാബലിപുരം സീനായിരിക്കും. ഒന്നും നോക്കാല്ലേ, പിന്നെ ഇവിടുന്ന് പോണ്ടി. അങ്ങനെ നമ്മൾ ക്രോക്കഡൈൽ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ എന്നിട്ട് വേണം കയറാൻ. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. ആമകളൊക്കെ ഗ്രീൻ അനാക്കൊണ്ടയാണ് കേസത്. വളരെ വലുതാണ് കേസ്. ഒരുപാടുണ്ട് ഇങ്ങോട്ട്. കർണാടകയിൽ ബസ് സാറ് ഹെർപ്പറ്റോളജിയെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. ഗൈസ്, അങ്ങറ്റത്ത് ഒരു മുതല കിടക്കുന്നത് കണ്ടു. അതെ, പക്ഷേ ഈ മുതലയല്ല നമുക്ക് കാണുന്നത്. ഇവിടെ ടെമ്പിൾ ടൈം ടർട്ടിൽസ് ഉണ്ട്. അതിലൊരു ടർട്ടിൽ ഇവിടെ തലപൊക്കി നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ അതാ ഇവിടുത്തെ ഈ ബഹളം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കുഞ്ഞു പിള്ളേർ വന്നിട്ടുണ്ട് ടർട്ടിലിനെ കാണാൻ. അതിൻ്റെ ബഹളമാണിത്. ഇവിടെ നല്ല ബഹളമാണ്. ഒന്നും വിചാരിക്കല്ലേ, ഒരു സെറ്റ് കുഞ്ഞു പിള്ളേർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ്. അലിഗേറ്റർ എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാ കാണൂ നിങ്ങൾ. ക്രോക്കഡൈൽ അല്ല, അലിഗേറ്റർ. താഴോട്ട് പോയി പിന്നെ പൊങ്ങി വരുന്നുണ്ട്. നിങ്ങളതിനെ കണ്ടോ? നമ്മുടെ സയാമീസ് ക്രോക്കഡൈലാണ് കേസ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ക്രോക്കഡൈലിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് ഇവിടെ. എനിക്ക് പയ്യ എന്തു ഈ കാണുന്നത്. സീൻ തന്നെ. നമുക്കിനി ഗരിയലിനെ കാണാൻ വേണ്ടി പോകാം. എല്ലാത്തിനും കൂടെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് എന്തൊക്കെ എടുക്കണ്ടെന്ന് അറിയാൻ വയ്യ. കിളി പോയി. സുന്ദരപ്പെട്ട കാട്ടിൽ വരുന്നുണ്ട്. മറ്റൊരു ഫ്ലോട്ട് ചെയ്ത് മണ്ണ കിടപ്പുണ്ട്. ഇതിനകത്ത് ഇവിടെ ഗരിയൽ കിടപ്പുണ്ട്. പക്ഷേ കാണാൻ കിട്ടുന്നില്ല. വാല് പോലെ കാണുന്നുണ്ടോ? അത് നമ്മുടെ സ്വന്തം ഗരിയലിൻ്റെ വാലാണ്, മറ്റാരുടെയുമല്ല. പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗം കാണാൻ പറ്റുന്നില്ല. മുതലകൾ പലതരം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. തോന ടൈപ്പ് മുതലകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടാണെങ്കിൽ എനിക്ക് വലിയ മുതല, ചെറിയ മുതല അങ്ങനെ അറിയാമായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. അലിഗേറ്റർ, ഗരിയാല്, സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, സയാമീസ് ക്രോക്കഡൈൽ എന്ന് വേണ്ട തോന ക്രോക്കഡൈലുകൾ കൊള്ളാം. പക്ഷേ കിടന്ന ക്രോക്കഡൈൽസ് എല്ലാം ഇപ്പം കരയിൽ കിടപ്പുണ്ട്. എല്ലാം തണലത്ത് കയറി കിടക്കുകയാണ്. അതെ, ചാണ അടിച്ചിട്ട പോലെ ഇങ്ങനെ കിടക്കുക. വളരെ പ്രശസ്തമായ ഗ്രീൻ ഇഗ്വാനയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടന്ന് കുറച്ചങ്ങ് പോകാനുണ്ട്. അവിടെ അസ്ലക്ക സാറന്മാരൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ക്രോക്കഡൈലിനെയൊക്കെ കാണുന്നുണ്ട്. മൂക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ മുഴയുള്ളൊരു സാധനത്തിനെ കണ്ടു. ഇതാണ് കേസ് നമ്മുടെ സ്വന്തം ഗരിയൽ. മിഡ് ടേമിന് എൻ്റെ 1 മാർക്ക് കളഞ്ഞ മുതലാണിത്. കണ്ടോ പൊങ്ങി വരുന്നത്. അതാണ് അയാൾ. തോറ് എന്ന് പറഞ്ഞിട്ട് മുതലുണ്ട്. അപ്പോൾ തോറിനെ കാണുന്നില്ല. ഇവരെല്ലാവരും ആഞ്ഞ് വിളിക്കുകയാണ്. വിളിക്കൂ ശ്രീര, എന്തോ വിളിച്ചോളൂ, ചിലപ്പോൾ വന്നാലോ. വിളി അങ്ങോട്ട്. ഞാൻ ഫോൺ എടുത്തിട്ടാ ഇത്ര നേരം ഇവിടെ തോറണ്ണ തോറേട്ടാ എന്തൊക്കെ കേൾക്കണായിരുന്നു അറിയോ. എന്തോ അവിടെ കമന്ന് കിടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തോ അൻഷി, എന്തോ ഇത് തോറാണോ?
സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ അപ്പുറത്തും ഉണ്ടായിരുന്നു. ഇതേ ഗൈസ് ഇവിടെ കിടക്കുന്നത് ഇവിടെ ഗരിയാലിൻ്റെ കുളമാണ്. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു ഗരിയാലിൻ്റെ മണ്ടയ്ക്ക് ഒരു ടോട്ടോസ് കയറിയിരിക്കുന്നുണ്ട്. ഒറിജിനൽ ഞാൻ വിചാരിച്ചതോടെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. പക്ഷേ ഒരു ജീവനുള്ളത് ഭയങ്കര വലിയ എന്തോന്ന് വരുന്നുണ്ട്. വാട്ടർ ലിസാർഡാണ്. ഉടുമ്പിന്റെ ഫാമിലിയിലുള്ള ആണെന്നാണ് ഒക്കെ പറയുന്നത്. VR സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുൻ ചേട്ടനും നാലി സാറും. ഇനി എന്ത് സംഭവിക്കാം ഇവിടെ, എന്ത് സംഭവിക്കും? പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാമ്പിനെ പേടിയുള്ളവർ കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിയുണ്ടായിട്ടൊന്നുമില്ല, ഫോണിനകത്ത് സ്റ്റോർ ആയില്ല, ഇതൊന്നും എടുക്കാൻ വയ്യ ഒന്നാമത്തെ കാര്യം. പിന്നെ പിന്നെ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. 40 രൂപ എന്തോ ആണ്, തപ്പിത്തെറിയുന്നുണ്ട് എന്നല്ലാണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഗൈസ് മാലിക് സാറ് നമുക്ക് ഗരിയൽസിനെ അലിഗേറ്റേഴ്സിനും ക്രോക്കഡൈൽസും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു തരികയാണ്. അത് തന്നെ കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിൽ ഒരു കുട്ടിയെ 11 വയസ്സുള്ള കുട്ടിയെ അന്നയുടെ നീളത്തിലുള്ള ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കൊമോഡോ ഡ്രാഗനെ കാണാൻ പറ്റിയില്ല. ഞാൻ വല്ലാത്ത പ്രതീക്ഷയിലാണ് വന്നത്. കൊമോഡോ ഡ്രാഗൺ എന്ന് പറഞ്ഞ് ഗോവിന്ദ് കിടന്ന് അലറുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ ചെറുക്കാൻ അടങ്ങ്, അതൊന്നും ഇവിടെ കാണത്തില്ലെന്ന്. അപ്പം വിശ്വസിച്ചില്ല. കാര്യമില്ല. കൊമോഡോ ഡ്രാഗനെ കാണാൻ വേണ്ടി ഓരോ വെയിലും ഞങ്ങൾ എഴുതി വരും, പക്ഷെ കിട്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല. കൊമോഡോ അറിയില്ല എവിടെ കിടക്കുന്നതിനത്. ഓക്കെ എന്നിട്ട് അത്രേ ഉള്ളൂ കേസ്. ഇനി നമുക്ക് നേരെ പോകണം ബസ്സിൽ. കാരണം ഒന്ന് എൻ്റെ ഫോണത് ചാർജില്ല, ഒന്ന് ചാർജ് ചെയ്യുക. നേരെ മഹാബലിപുരം പിടയ്ക്കുക തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചോറ് കഴിക്കണം. എനിക്കിപ്പോഴേ വിശക്കുന്നു. നമ്മളോട് വളരെ വൈകിയാണ് ആ സത്യം മനസ്സിലാക്കിയത്. കൊമോഡോ ഡ്രാഗൺ ഇവിടെ ഉണ്ട്, കുറച്ച് ഉള്ളിലേക്കാണ് അതിനെ വെച്ചിരിക്കുന്നത്. ഗോവിന്ദ് പറഞ്ഞതാണ് ഉള്ളതാണോ എന്താണെന്നോ. വന്ന് നോക്കുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ. കിടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടാണ് അത് ഉണ്ടാവുക, പക്ഷെ അതിനെ കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ കിട്ടി. അവിടെ ആ മൂലയ്ക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് നേരെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഫോണിനകത്ത് എത്രയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മൂലയ്ക്ക് ഒരു സാധനം നടുങ്ങി ഇരിപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മിന്നൽ പോലെ കാണാം, ഇങ്ങനെ സ്പൈനൊക്കെ ആയിട്ട്. അതാണത്, നിങ്ങളത് കാണുന്നുണ്ടോ? അതാണ് കെയ്മൻ. അലിഗേറ്ററും അല്ല, ക്രൊക്കഡൈലും അല്ല, ഒന്നുമല്ല. ഇത് കെയ്മനാണ്. കെയ്മൻ അമേരിക്കൻ സ്പീഷീസാണ് ഇവൻ. ഒന്നും കൂടാതെ ഉള്ളിലേക്ക് കുറേ എന്താ പറയുന്നത് സ്നേക്ക് സ്പീഷീസ്, അതായത് വൈപ്പറുകൾ, റസൽസ് വൈപ്പർ, ക്രേറ്റ് വൈപ്പർ, അതുപോലെ തന്നെ നമ്മുടെ പൈത്തൺ, ഒന്ന് രണ്ട് ടൈപ്പ് പൈത്തൺസ് ഒക്കെ ഉള്ളിലുണ്ട്. പക്ഷേ ഗ്ലാസ് ക്ലീൻ അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയാലും അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ പോകുന്നു. വളരെ കുറച്ച് മാത്രം ചാർജ് അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കണ്ടന്റ് കിട്ടിയത്. നമ്മൾ അർജുൻ സാർ വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾ കാണണം. കാണിച്ചു തരും അർജുൻ സാർ. നമ്മൾ ക്രോക്കഡൈൽ ബാക്കിൻ്റെ പുറമേ നിന്ന് എടുത്ത ഒരു എന്താണ് മുതലയുടെ വുഡൻ പീസാണ്. നല്ല ആർട്ടിക്കിളാണ്. ഇതുപോലത്തെ ഒരു പണ്ട് എനിക്കൊരു പാമ്പുണ്ടായിരുന്നു, ബട്ട് അതൊക്കെ ഏതോ കാട്ടിലായിരുന്നു, എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് എന്താണ് ഈ മുതലേ കടമ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ നല്ല പൈസ ഇതിപ്പോൾ എനിക്ക് കിട്ടിയേക്കണ 250 പറഞ്ഞു. പക്ഷേ നമ്മൾ മഞ്ഞായതുകൊണ്ട് 230 പൈസ എടുത്തു. അപ്പോൾ കൊള്ളാവുന്ന ഒരു സാധനമാണ്. വീട് വരെ എത്തിയാൽ മതിയായിരുന്നു. ബാഗിലെ കണക്ഷൻ കാരണമാണ്. കുഴപ്പമില്ല. അത് നമുക്ക് കൊള്ളാവുന്ന ഒരു സൗവിനിയർ വേണമെന്നുണ്ടായിരുന്നു. ഇവിടെ കിട്ടി. ഒരു മുതല കുഞ്ഞു തന്നെ കിട്ടി. ഇങ്ങനെയൊക്കെ വാലി പിടിച്ചിട്ട് പോവാം. കിട്ടി. ഇനി നമ്മൾ നേരെ മഹാബലിപുരം. അതിന് മുന്നേ പവർ ബാങ്കിൽ വേണേ കുത്തി വെച്ചോ. പവർ ബാങ്ക് ഇപ്പൊ തീരും. ഞാൻ നേരെ ചെല്ലുന്നു, പവർ ബാങ്ക് കുത്തുന്നു. ചെന്നൈയിൽ അതെ, നല്ല വെയിലുണ്ട്. എത്ര വെയിലില്ലായിരുന്നു. വെയിലിന്റെ അതിപ്രസരം. ഗൈസ് നമ്മൾ മഹാബലിപുരം എത്തിയിരിക്കുകയാണ്. പവർ ബാങ്കും കൂടെ കൂട്ടിയാണ് ഞാൻ പിടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വെയിറ്റ് ഉണ്ട്, അതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ കുഴപ്പമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ ആയിട്ടുള്ള യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ ആയിട്ടുള്ള മഹാബലിപുരത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ചെയിൻ ഓഫ് ടെമ്പിൾസ് നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം. രാവിലെ ഒരുങ്ങി വന്ന ആ പൊലിമയൊന്നും ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും അടിപൊളി ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും അങ്ങനെ തന്നെയുണ്ട് ഗൈസ്. പോകാം നമുക്ക്. ഗൈസ് വെയിലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നല്ല ഒന്നാന്തരം പൊരിഞ്ഞ വെയിലാണ്. എല്ലാവരും കുടയൊക്കെ എടുത്തിട്ടുണ്ട്.
കുറേ പേര് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വക സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, വെയിലൊന്നും വക വെക്കുന്നില്ല. ഓണൊക്കെ അടിച്ചു പോകുന്ന ആൾക്കാർ പറയുന്നൊക്കെ കേൾക്കാവുണ്ടോ? എന്തെങ്കിലും ആട്ടെ, നോക്കാം, എഡിറ്റ് ചെയ്യുമ്പോൾ റെഡിയാക്കാം. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഒരു കരകൗശല കട കാണാൻ സാധിക്കും. എല്ലാവരും അതിൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ നാഗവല്ലി മറ്റേ പുള്ളിക്കാരത്തിൻ്റെ ഓർണമെൻറ്റ് ബോക്സ് തുറന്ന പോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ മുഖഭാവമൊക്കെ. എല്ലാം വാരിയാ കൊള്ളാവുന്നുണ്ട് അമ്മയിൽ, എല്ലാത്തിലും ഓരോന്നെടുത്തോ ഏട്ടാന്നൊക്കെ. പറയൂ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്താണ് ഇവിടെ വളരെ ഒരുപാട് കൈകൊണ്ട് നിർമ്മിച്ച ഉച്ചത്തിൽ പറയാൻ സാധിക്കുമോ? കൈകൊണ്ട് നിർമ്മിച്ച കല്ലിന്റെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ വിൽപ്പനയിൽ കാണാൻ സാധിക്കും. കല്ലുകൊണ്ട് നിർമ്മിച്ച വസ്തുക്കളാണ്. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ആനയെ നെല്ലിപ്പുളിയാണ് ഗൈസ്. അമ്മ നമുക്ക് മാങ്ങ വാങ്ങിയിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുഴപ്പമില്ല. വർക്കിച്ചൻ ഇവിടെ ടിക്കറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. വർക്കിച്ചൻ എനിക്കൊരു ടിക്കറ്റ്, എനിക്കും കിട്ടി ടിക്കറ്റ്. ഇതാണ് ഗൈസ് നമ്മുടെ ടിക്കറ്റ്. യെസ്, ടിക്കറ്റ് സീലൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങുകയാണ് ഇവിടുന്ന് ഒരു 4 സൈറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും. 5ാമത്തെ ഷോർട്ട് ടെമ്പിൾ കുറച്ചും കൂടെ മാറിയിട്ടാണ്, അത് സെപ്പറേറ്റ് പോകണം. നമ്മൾ നടന്ന് അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് സൈറ്റ് നമുക്ക് കിട്ടും. ഇതാണത്. കയറി ആദ്യം നമുക്ക് കാണാനുള്ളത് ഇതാണ്. അനന്തശയനത്തിൻ്റെ ഒരു അടിപൊളി കാർവിംഗാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒറ്റക്കല്ലേലാന്നുള്ളത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം. ഇവിടെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ ചേമ്പർ പോലെ ഇങ്ങനെ ഉണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചേമ്പർ, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് കേസ് ഈ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തങ്ങ് മരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്തോ വേണമെന്ന് അറിയാൻ വയ്യ. കുറേ ഇങ്ങനെ ഭാരി പെറുക്കിയിട്ട് എടുക്കുവാണ്. കൊള്ളത്തിലോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ ചുമ്മാ അങ്ങ് എടുക്കുക. ഇവിടെ കുറേ പേര് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്, കാണിച്ചേ. ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ നമ്മൾ 2.0 ഫോട്ടോ എടുക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. അതിനിടയ്ക്ക് 2 വന്ന് കയറി നിൽക്കൊണ്ട് ഒരാവശ്യമില്ല. മൊത്തം വെയിലടിച്ച് മനുഷ്യ കരിഞ്ഞൊരു പരുവായി, മുഖമൊക്കെ നീറുകയാണ്. ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു അത് കിട്ടുന്നില്ല, എന്തെങ്കിലും കഴിക്കണം. പക്ഷേ എനിക്കിത് കാണുകയും വേണം, വെയിലുവാ. പക്ഷേ വളരെ മികച്ച സ്ഥലമാണ് ഗൈസ്. എല്ലാവരും വെയിലില്ലാത്ത സമയത്ത് വന്ന് കാണണം. വെയിലുള്ള സമയത്ത് വരാതിരിക്കുന്നതാണ് ഉത്തമം. ലൈറ്റ് കാരണം നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടുമെങ്കിലും വെയിലുകൊണ്ട് കരിയും, അതൊരു പ്രശ്നമാണ്. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് ഒരു 3-4 എണ്ണം ഇങ്ങനെ ചെയിൻ പോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഷോർട്ട് ടെമ്പിൾ ഒഴിച്ച് ബാക്കി കിടക്കുന്നത്. ഇങ്ങനെ നടന്ന് ഒരിടത്ത് നമ്മൾ അടുത്തടുത്തോട്ട് പോകണം. ഇങ്ങനെ ചുറ്റും പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകളുടെ ഇടയ്ക്കൂടെ വേണം നമ്മളിങ്ങനെ നടന്നു പോകാൻ. അപ്പോൾ ഇങ്ങനെ സൈഡിൽ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവൻ മറ്റേ കട്ട് ഫ്രൂട്ട്സും ഉപ്പിലിട്ടത് അതൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് പേര് എഴുതി കൊടുക്കുന്ന സാധനമൊക്കെ ഉണ്ട്. എത്രയാണെന്ന് അറിയത്തില്ല, പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കണം. ഇനി ധാരാളമായിട്ട് കൽപ്പടവുകൾ കയറേണ്ടതായിട്ടുണ്ട്. നമുക്ക് നിരന്തരമായ പടികൾ ധാരാളമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് വലിയൊരു വാറക്കട്ടയിലോട്ടാണ്. നോക്കാം കേസ്. വെയിലില്ലായിരുന്നതിലുണ്ടല്ലോ, ആസ്വദിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലം ഈ ഒരു ഭാഗത്ത് തന്നെ ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷേ ഇതിപ്പം വെയിലായി പോയതുകൊണ്ട് എൻ്റെ ദൈവമേ, ഫോട്ടോഷൂട്ട് കണ്ടോ നിങ്ങളവിടെ? 6 ഫോട്ടോഷൂട്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. വ്യൂസൊക്കെ നല്ല ഭംഗിയുള്ള റീൽസ് ആക്കാമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ, നിറച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലോഗിനകത്തൊക്കെ തള്ളിക്കയറ്റാനേ പറ്റും.
ഗൈസ് നമ്മൾ അവിടെ നിന്നും പിന്നെ മുന്നേക്ക് കുതിച്ചിരിക്കുകയാണ്. എൻ്റെ ക്യാമറയിൽ ഏതാണ്ട് അഴുക്ക് വീണേക്കുന്നു. ഒരു മിനിറ്റ് ഗൈസ് ഒന്ന് തുടച്ചോട്ടെ. ഇപ്പോൾ ക്ലിയറായി. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നു. അവരവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഞാൻ ഫോട്ടോഷൂട്ട് താല്പര്യപ്പെടുന്നില്ല, കാരണം സ്റ്റിക്കറാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് ചെയ്യാൻ അറിയാൻ പാടില്ല. പോസ് ചെയ്ത് വരുമ്പോഴത്തേന് എന്തായാലും സ്റ്റിക്കർ മെറ്റീരിയലാവും. അതുകൊണ്ട് നമ്മൾ ബ്ലോഗ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അടുത്ത സൈറ്റിലേക്ക് പോകാം. ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു 2 എണ്ണം കൂടെ ഉണ്ടാവണം. അതിനുശേഷം പിന്നെ ഷോർട്ട് ടെമ്പിളാണ്. ഷോർട്ട് ടെമ്പിൾ അങ്ങ് ഇച്ചിരി കുറച്ചങ്ങ് നീങ്ങിയ നടക്കാം. നമുക്ക് ആ മുന്നിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ നട്ടപ്പുറ വിലത്ത് നടന്നിങ്ങനെ വരുമ്പോൾ മുമ്പിലൊരു സാധനം കാണാൻ കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം. ബാക്കി കാണുന്നുണ്ട്, അതാണ്. ബാക്ക് ക്യാം ഓൺ ചെയ്ത് കുറച്ച് എസ്തെറ്റിക്കായിട്ട് കുറച്ച് ഷോർട്സ് നോക്കാം. സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഹാബലിപുരം ടൗൺ കാണാം. അവിടെ നമുക്കൊരു കോവിൽ കാണാൻ പറ്റുന്നുണ്ട്. അതെ, കുട പകർന്നു തരാനായി നമ്മുടെ സ്വന്തം ചിൻചോങ് എത്തിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും കുട അരുന്ധതിയുടെയും നിവർത്തിയത് ചിൻചോങ്ങുമാകുന്നു. എങ്ങനെയായാലും നമുക്ക് വെയിൽ കൊള്ളാതെ പോയാൽ മതി. അതെ ഗേസ്, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വിശന്നിട്ടുണ്ടല്ലോ, വയറെനിക്ക് തള്ളക്കി വിളിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കത് കണ്ടു തീർക്കണം. പക്ഷേ എനിക്ക് കാണുകയും ചെയ്യണം. അതാണ് ഏറ്റവും വലിയ രസം. കണ്ടു കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസല്ല, ഇങ്ങനെ വീഡിയോസിലത് ക്യാപ്ചർ ചെയ്തതിന് ശേഷം കഴിക്കണം. അതെ, നമ്മുടെ വിവേക് CRP നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ഉദ്യമത്തിലാണെന്ന് തോന്നുന്നു. അതെ, നമുക്കും തൽക്കാലം ഒരു നാരങ്ങ വെള്ളം കുടിക്കാം. സുഹൃത്തുക്കളെ, ഒരു 35 രൂപ കൊടുത്ത് ഉപ്പ് സോഡ കുടിച്ചു. നാരങ്ങ വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല, സോഡയ്ക്കകത്ത് ഉപ്പിട്ടത്. പക്ഷേ റിഫ്രഷിങ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അതുപോലെ വിശക്കുകയായിരുന്നു. കുഴപ്പമില്ല. നിങ്ങളെൻ്റെ കോലം കണ്ടോ? മൊത്തം വേർത്ത് നാറി മുഖമൊക്കെ നീറുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് ഓൾമോസ്റ്റ് എത്തി. ഇവിടെ ഒരു ഗോപുരമല്ല, ചെറിയൊരു കോവിൽ പോലത്തെ സംഭവമുണ്ട്. കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പം കാണാൻ പോകുന്നത് ദ വെരി ഫേമസ് കൃഷ്ണാസ് ബട്ടർ ബോളാണ്. കാണിച്ചു തരാൻ പറ്റും. നമ്മളെപ്പോഴും റീൽസിലൊക്കെ കാണത്തില്ലേ, ഒറ്റ പാറക്കില്ല, ഒറ്റ പോയിന്റിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നത്, വീഴാതെ. അതാണ് ഗൈസ്, അത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ദ ഫേമസ് കൃഷ്ണാസ് വാട്ടർ ബോൾ. അവിടെയൊക്കെ പിന്നിട്ട് നമ്മൾ ദ്രൗപദി ബാത്തിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ലേശം നടക്കാനുണ്ട്. നമ്മളെ ബാച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ധൃതിയാണ്, വേഗം നടന്നെത്തണം. നമ്മൾ ഈ വന്ന വഴിക്കാനുള്ള സാധനമാണ് ഇത്. പക്ഷെ അങ്ങോട്ട് നടന്നപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി നമുക്കതിൻ്റെ മുകളിൽ കയറാം. അതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ് പണി തീരാത്ത ഒരു ക്ഷേത്രം പോലെ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. മൊത്തത്തിൽ ഇവിടെയുള്ളൊരു ഇത് നോക്കുക ബാബു. നമ്മുടെ CRP വിളിക്കുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ബസ് പോയിന്റിൽ എത്തേണ്ടതായിട്ടുണ്ട്. ബസ് പോയിന്റിലെത്തിയായിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് പോകാൻ. CRP ധൃതി വെക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ. ഞാൻ പറയാം, അടിപൊളിയാണ്, കൊള്ളാം, കാണാനുള്ളതുണ്ട്. പക്ഷേ നിങ്ങൾ വരുന്ന സമയം കുറച്ച് കുറയ്ക്കണം. വെയിലിൽ താന്നുമായിട്ട് വന്ന അടിപൊളിയായിരിക്കും. വെച്ചാൽ കാണാനുള്ളതുണ്ട്, അത്യാവശ്യമുണ്ട്. നല്ല അത്യാവശ്യം ആർക്കിടെക്ചറും കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ചുള്ള പാറാസ് അവർ ചെയ്തിട്ടുമുണ്ട്. നമ്മളത് വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വിശദീകരിക്കാണ്ട് വെറുതെ നോക്കിയാൽ തന്നെ നല്ലപോലെ കാണാനുള്ളതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വെയിൽ കൊണ്ട് പൊളിയാണ്ടിരിക്കുക. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ലൈറ്റ് ഹൗസ് ആണത്. വളരെ അവിടെ വെച്ചാൽ 4 മണിക്ക് മുകളിൽ കയറ്റുള്ളൂ, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായി. അങ്ങനുണ്ടോ? 4 മണിക്ക് അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണിത്. വഴികൾ തന്നെ ഇവരെത്ര ഭംഗിക്കാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ട്, അത്ര ഒരു ഭംഗിയുണ്ട് ഇവിടെ. മഹാബലിപുരത്ത് നമ്മൾ പോവാണ് ഗൈസ്. സുഹൃത്തുക്കളെ, ഒന്നും ഇതുവരെ തിന്നാൻ കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിന്നാൻ കിട്ടിയിട്ട് ചാകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. കിട്ടിയാൽ തിന്നാ, അതേ ഉള്ളൂ. ഇനിയിപ്പം അതേ പറയാൻ പറ്റത്തുള്ളൂ. വിശന്നിട്ട് എനിക്ക് വയ്യ.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പുറത്തുള്ള കാഴ്ചകൾ? കാണിച്ചു തരാം. ഇതെന്തുവാന്നറിയത്തില്ല, ഉപ്പുപാടം എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഉപ്പ് ഉണക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ദൂരം വരെ ഒന്നും കാണാനില്ല, ഒന്നുമില്ല, ഒരു പുല്ലാമ്പ് പോലും ഇല്ല. എന്തോ സംഭവം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ്, അങ്ങറ്റം വരെ ഇങ്ങനെയാണ്, എന്താണെന്നൊന്നും ഒരു പിടിയില്ല. നമ്മളിപ്പോൾ ഹൈവേയുടെ സൈഡിൽ ഒഴിഞ്ഞ കടയിൽ നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു കൂട്ടം നേടി ഇങ്ങനെ പോകുന്നുണ്ടോ, നമ്മുടെ പിള്ളേരാണ്. അവരിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് പോയാൽ എന്തോ കിട്ടുമെന്ന് എനിക്കറിയാം. അവിടെ ഒരു റെസ്റ്റോറൻ്റ് എന്ന് എഴുതിയിട്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കും പോയി നോക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ ഉപ്പുപാടം പോലൊരു സംഭവം കാണുന്നുണ്ട്. എന്തുവാണെന്നൊന്നും ഒരു പിടിയില്ല. കാണിച്ചാൽ ഇതുണ്ടോ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് തുടങ്ങിയിടത്തുനിന്ന് ബസ് ഇട്ട് നടക്കുക. മഹാബലിപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. ചെന്നൈ അല്ല മുത്തേ, പോണ്ടിച്ചേരി. പറഞ്ഞോ. നിങ്ങളിപ്പോ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് പോകുന്നുണ്ടെങ്കിൽ മുൻപേ ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പൊ നമ്മളിപ്പോ സംഭവിച്ച വഴിയിൽ നല്ല ഫുഡുള്ള സ്ഥലങ്ങളൊന്നുമില്ല, കടകൾ കുറവാണ്, ഭയങ്കര കടകൾ കുറവാണ്. ഹൈവേയുടെ സൈഡിൽ ഭയങ്കര ഉള്ള കടയിലാണെങ്കിൽ മുടിഞ്ഞ റേറ്റ്, ആവശ്യമില്ലാതെ മുട്ട സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. മുട്ടയായിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ഫ്രൈഡ് റൈസ് ഫസ്റ്റ് അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 100 രൂപയ്ക്ക് തരാമെന്ന് അവർ പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ ബസ് കുറച്ച് കയറ്റി നിർത്തിയിട്ട് വന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 190. പക്ഷെ ഭയങ്കര ഇവർ നമ്മളിങ്ങനെ ഊറ്റാന്നാണ്. ഭയങ്കര സ്കാമാണ് കേസ്, ഭയങ്കര സ്കാമാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിട്ടൊക്കെ ചെന്നൈനെ കഴിച്ചിട്ട് പോണ്ടിച്ചേരി വരാം. ഇടയ്ക്കുള്ള വഴി കഴിക്കരുതെന്നാണ് അജയ് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടി. ഫ്രൈഡ് റൈസ് ഇത് ക്രിസ്റ്റിയുടെ ബിരിയാണിയല്ല, കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചതാണ്. അങ്ങനെ അവസാനം നമ്മൾ കഴിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് സമാധാനമായത്. ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഉറങ്ങാം. ഒന്ന് സ്ട്രൈറ്റ് ടു പോണ്ടിച്ചേരി, ജസ്റ്റ് ഒരു 1 hour അത്രേ ഉള്ളൂ. 1 hour ജേണിയും കൂടെ ഉള്ളൂ ഇനി. നമ്മൾ പോണ്ടിച്ചേരി എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ റൂമല്ല നമ്മുടെ ഹോട്ടൽ. നമ്മൾ ഉടനെ തന്നെ ചെക്ക് ഇൻ ചെയ്യുന്നതാണ്. ഹോട്ടൽ കമ്മിറ്റി ഇവരാണെങ്കിലും പോണ്ടിയുടെ സ്റ്റേയിൽ ഞാനും പങ്കുവഹിക്കുന്നു. മൊത്തം അജിയാണ്. ഈശ്വര, റൂം കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവരും പിള്ളേരെല്ലാം കൂടെ എന്നെ പഞ്ഞിക്കിടും. സീനില്ല, അഡ്വാൻസ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും നോക്കാനല്ല, റെഡി. ഇതാണ് കേസ് നമ്മുടെ പോണ്ടിയിലെ സ്റ്റേ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ നല്ല രസമാണ്. എക്സ്ട്രാ ബെഡൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റൂംസ് ഉണ്ട്, നല്ല എക്സ്ട്രാ ബെഡിൻ്റെ ആവശ്യമുണ്ട്. ഇത് മൊത്തം ബോയ്സിൻ്റെ സൈഡ്, ഇത് ഗേൾസിൻ്റെ സൈഡാണ്. സ്നേഹ വ്ളോഗ് എടുത്ത് റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ റൂം ഇതാണ് ഗൈസ്. നമ്മുടെ റൂമിൽ ഇത്രയും ഇങ്ങനെ എക്സ്ട്രാ ബെഡൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് അങ്ങനെ ചെയ്ത് വേണം ചെയ്യാൻ. ഒരു 8 പേര് ഒക്കെ മാക്സിമം നമുക്ക് പോകും. മൊത്തത്തിൽ ഇതാണ് ഒരു സെറ്റപ്പ്. പിന്നെ ഞാൻ വാഷ്റൂമാണല്ലോ നമുക്ക് എപ്പോഴും അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഭവം. വാഷ്റൂം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച വാഷ്റൂമാണ്. അതുപോലെ തന്നെ AC റൂമാണ്. നേരെ താഴെ പൂളിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കിട്ടുന്നത്. നമ്മൾ നോക്കി നിന്നില്ല, നമ്മളും പൂളിച്ചാടി നീന്തി തുടിച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് വരുന്നത്. ഇനി നേരെ നമ്മൾ റെഡിയാകുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് കോളനി പോകാനുണ്ട്. അടിച്ച് പൊളിക്കാം, ഒന്നും നോക്കാനില്ല. സുഹൃത്തുക്കളെ, നമ്മൾ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഓറോവിലല്ല, ഫ്രഞ്ച് കോളനിയാണ് പോകാനുള്ളത്. പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, വരുന്നു. എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഇടാൻ പറ്റാതെ പോയ ഔട്ട്ഫിറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ മറ്റേ ക്യാമറ തിരിച്ചിട്ട് കണ്ണാടി കൂടെ കാണിച്ചു തരാം. മൈ സെസ്കി ഗേൾസ്. അതെ, വേറൊന്നുണ്ട്. ബാത്റൂമിൽ പുറത്ത് പോയേക്കോ. ഇപ്പൊ വരും ഉള്ളത് വെച്ച് ഏറ്റവും ഔട്ട്ഫിറ്റ്. അതെ, നോക്കൂ, ഞങ്ങളെല്ലാം തെഫ് തന്നെ. അത് കൂടുതൽ കുറച്ചധികം വ്യത്യസ്തമായിട്ട് തോന്നുന്നു ഈ വൈഷ്ണവെ. ബട്ട് മൈ ഐ ഡോണ്ട് നോ. വെള്ളച്ചാട്ടത്തിൽ ഐശ്വര്യം കണ്ടില്ലേ? ഐശ്വര്യം. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു കൂട്ടം ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. റെഡി ആയിരുന്നത് നമ്മളെ വെയിറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും നമ്മൾ കൂളിച്ചാടി ലേറ്റ് ആയതാ. കാണിച്ചു തരാം, എല്ലാവരും കാണിച്ചു തരാം. ഇവിടെ ഒരു പറ്റും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ ബിനാല തന്നെ അമ്മയാണെന്താ. പിന്നെന്താണ്, അതെ, അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ അതെ.
സ്റ്റേ ചേട്ടാ എങ്ങനെയുണ്ട് സ്റ്റേ? പറയൂ. സ്റ്റേ വളരെ അടിപൊളിയായിട്ടുണ്ട്. ദേവികാജിയുടെയും വൈഷ്ണയുടെയും ശക്തമായ ഇടപെടൽ കാരണം തന്നെ നമുക്ക് വളരെ നമ്മുടെ അരുന്ധതി എടുത്തു പറയേണ്ട ഒരാളാണ് അരുന്ധതി ഇൻട്രോവേർട്ട് ആണെന്നുണ്ടാകുന്നു. നേരെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ 3 പേരുടെയും വളരെ നല്ല, നമുക്ക് പൂള് കിട്ടി, നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റി, AC കിട്ടി, നമുക്ക് അതെ ഊഞ്ഞാലാടുന്ന സച്ചിൻ സാറിനെയും ലേഖനെയും മാലിക് സാറിനെയും പിന്നെ പായനെ കാണാൻ പറ്റി. പിന്നെ അതെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി പോലെ ഇരിക്കുന്ന കണ്ടോ, അലീന, ശ്രീലക്ഷ്മി, അസർ, അടിപൊളി. കറണ്ട് പോയതല്ല, പക്ഷേ നമുക്കൊരു കപ്പിൾ ഫ്രണ്ട്ലി ഫോട്ടോ കിട്ടി. അതെ, ഒരു കപ്പിൾ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. അവരുടെ എടുത്തോട്ടെ. വിഷമമില്ലേ? ഇത് കരയണ പോലെ എന്തോ. ദേവികാജിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അയ്യോ, പബ്ബടക്കെന്ന് പറഞ്ഞപ്പോഴേ കപ്പിൾ ഫോട്ടോ കണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അത് സിഗ്മാൾക്ക് അങ്ങനെ ഉണ്ടാവും, സാരമില്ല. അങ്ങനെ പിന്നെ നമുക്ക് ഏറ്റവും നല്ല പറയാൻ പറ്റും, നമുക്ക് നമ്മുടെ ട്രിപ്പിന്റെ ഏറ്റവും ലെഷർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഏറ്റവും പക്ഷെ ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. 500 രൂപ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കുമായിരുന്നു. എങ്ങാണം പാളി AC ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നീറ്റ്നെസ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാവും പറഞ്ഞിട്ട് ശരിക്കും പേടിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇപ്പോഴും നമ്മുടെ ടയേർഡായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം എക്സ്ട്രാ ടയേർഡായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സ്റ്റേക്കേഷൻ വൈബ്. നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയി. നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ ഇത്രയും ടൈറ്റ് ആയിട്ട് വന്നതിന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ സാർ സ്റ്റേയെ കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? സ്റ്റേ വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ സെലക്ഷൻ ആരായിരുന്നെങ്കിലും അവരെ ഞാൻ വളരെ ഞങ്ങൾ 3 പേരുമാണ്. ഞാൻ വൈഷ്ണ, അരുന്ധതി. നമ്മൾ കുറേ തപ്പി കഴിഞ്ഞിട്ടാണ് കാം ക്വയറ്റ്. ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി പ്രൈവറ്റ്. അതാണ് മൊത്തത്തിൽ കൊള്ളാം. മൊത്തത്തിൽ ഈ ട്രിപ്പിൽ ഇത് അറേഞ്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പോണ്ടിയിൽ വീക്കെൻഡിന് സ്റ്റേ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അവരിപ്പോൾ 500 പെർ ഹെഡ് 500 രൂപയ്ക്കാണ് നമുക്ക് ഈ സ്റ്റേ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, നല്ലതായിരിക്കും ഓക്കെ ആയിരിക്കും, നമ്മൾ ഇത്രയും ടയേർഡായിട്ട് കയറി വരുന്നതാണ്, റെഡിയായി കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഗംഭീരമാണ് കേസ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എല്ലാവരും വൈബിങ് ആണ് ബൈക്കിൽ. ഒക്കെയാണ് ഈ സ്റ്റേ നെറ്റിൽ നിന്ന് എനിക്ക് കണ്ടുപിടിച്ച് തരുന്നത്. ഇക്കൊക്കെ അതിന് 1000 നന്ദി എനിക്ക് പറഞ്ഞു തരാനുണ്ട്. എന്നോട് ഇങ്ങനെ പറയാം, ദേവിക ഒന്ന് വിളിച്ചു നോക്കൂ എന്ന് പറയുന്നത് ഇക്കയാണ് എന്നോട് ആദ്യമായിട്ട്. ഇക്ക പറയൂ, ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ദേവിക വിളിക്കാൻ വളരെ ശുഷ്കാന്തി കാണിച്ചൊരു കുട്ടിയായിരുന്നു. ഇവിടെ വന്നിട്ട് ആദ്യമേ പൂളിൽ ചാടിയ വ്യക്തികൾ ഒരാളായിരുന്നു ഞാൻ. പൂൾ വളരെ ഇഷ്ടപ്പെട്ടു, റൂമും വളരെ നല്ലതായിരുന്നു. താങ്ക് യു സർക്കാർ, താങ്ക് യു. ഞാനാണ് അങ്ങോട്ട് പറയുന്നത്. ഓക്കെ കേസ്, അതാണ്. അതെ, എല്ലാവരും ബസ്സിലൊക്കെ കയറി റെഡിയാണ്. ബസ്സാണ് അമ്പലപ്പുറം പോലെ നിന്ന് കത്താണ് കേസ്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഫ്രഞ്ച് കോളനി. ചുറ്റുപാടും കാണാനായിട്ട് രാത്രിയാണ്, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നമ്മുടെ അടുത്ത് അർജുൻ സാറ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ളിടത്ത് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഒരു സമയമായി കഴിയുമ്പോഴത്തേനും തിരിച്ചു വന്നാൽ മതി. നോ ടൈം റെസ്ട്രിക്ഷൻസ്. അടിച്ചു പൊളിക്കാൻ കേസ്. കമാൺ. എന്തായി കച്ചി? അല്ലല്ല, നമ്മളിങ്ങനെ പോകുന്നതിനകത്തുണ്ട്, കുഴപ്പമില്ല. പണ്ടാരാണ് മഴ പെയ്യുവാണ്. അതെ, പക്ഷെ നമ്മള് വി നെവർ മൈൻഡ്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ കത്തുന്നതായിട്ട് ഇനി പോന്നിട്ടുണ്ട്. നമ്മൾ പിടയ്ക്കുന്നതായിരിക്കും, അടിച്ചു പൊളിക്കുന്നതായിരിക്കും. അതെ അതെ, അതെല്ലാം ഇങ്ങനെ നടന്നു വരികയാണ്. നമ്മള് പാസ്തയാണ് ഓർഡർ ചെയ്തത്, വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെ. നമ്മളുള്ള സ്ഥലം ഇതാണ്, നമ്മളെല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ കമ്പനി. അതെ, ഓക്കെ. ടീസ്പൂൺ കണ്ടിട്ട് നമ്മുടെ വിവേക് കൂട്ടാൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. നമ്മളിവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 12 മണിയായ സമയം. നമുക്ക് തിരിച്ച് ബസ്സിൻ്റെ അടുത്ത് എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ബൈ. ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. ബസ്സിൽ ഒരു പക്ഷേ ഒരു തുള്ളിച്ചാട്ടം ഉണ്ടാകും. ഞാനതിന് എല്ലാ വിധത്തിലും സജ്ജയാണ്. അതെ ഗൈസ്, ബൈ. കാണുന്നുണ്ടോ? ഇതൊരു ഫ്രഞ്ച് കോളനിയാണ്, ഇത് പോണ്ടിച്ചേരിയാണ്.
ഇത് രണ്ട് സൈഡിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് ഇവര് ബിൽഡിങ്ങുകൾ അതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങുകൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഭംഗിയിൽ കിട്ടുന്നില്ല. കാരണം എന്താണ്? രാത്രിയാണ്. അല്ല പകലായിരുന്നെങ്കിൽ ഞാൻ വ്ലോഗ് എടുത്ത് മരിച്ചാന് സത്യമായിട്ടും. പക്ഷെ ഇപ്പോൾ ഉള്ള ഭംഗിയൊക്കെ നിങ്ങൾ ആസ്വദിക്കുക. നല്ല രസമുണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാൻ. രാത്രി ഒരു 12 കാലൊക്കെ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. നമുക്ക് ബസ്സിൽ വളരെ പതിയെ എത്തിയാൽ നമ്മൾ ബീച്ചിലേക്ക് നടക്കുന്ന വഴിയാണിപ്പോൾ. അതെ ഗൈസ്, നമ്മൾ വൈബ് ചെയ്ത് സാറിന് കോള് വന്നു. ഇനി നമുക്ക് വരേണ്ടതായിട്ടുണ്ട്, അതായത് ബസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഓടുകയാണ്. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അരുന്നതിയൊക്കെ മത്സര ഓട്ടമാണ്. നമ്മുടെ CRP നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതായിട്ടുണ്ട്. ഒരു 300 മീറ്ററും കൂടെ ഉള്ളൂ ബസ് എടുക്കാനായി ഗൈസ്. അതുകൊണ്ടാണ്